Hi friends, welcome back to my channel Everything for Us. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ആജിയോന്ന് വാങ്ങിച്ച കുറച്ച് ടോപ്സ് ആണ് കാണാൻ പോണത്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ടോപ്സ് ആണ്. എൻ്റെ ഫ്രണ്ടിന്റെ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല വില കുറവിൽ കിട്ടി. ആജിയോയിൽ ഡിസ്കൗണ്ട് പോണ സമയത്ത് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ക്ലോത്തിങ് റിവ്യൂസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോണ ടോപ്സ്. ഇതൊക്കെ ആജിയോയിൽ നല്ല ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പൊ എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയ പ്രൈസും ഇതിന്റെ ഒറിജിനൽ പ്രൈസും ഞാൻ സ്ക്രീനിലിടാം. ഇതൊക്കെ എങ്ങനെയാണ് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ അവസാനം അതെങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഇത് ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തു അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ട് ഒക്കെ ചില വേറെ ഡിസ്കൗണ്ട് ഉണ്ടാവും, അങ്ങനെയും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത്രയും 70% 60% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ആ ഡിസ്കൗണ്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് ചില പ്രോഡക്ട്സ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉള്ളെങ്കിൽ അത് സെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോക്കിൽ വരില്ല. പക്ഷെ നമുക്ക് ഇതേപോലെ വേറെ കുറെ ഡ്രസ്സും ഐറ്റംസും ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനും പറ്റും. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. നല്ല യെല്ലോ കളറിലുള്ള ഒരു ടോപ്പാണ്. ലൈറ്റ് യെല്ലോ ആണ്, ഭയങ്കര അടിക്കുന്ന പോലത്തെ യെല്ലോ അല്ല, എല്ലാവർക്കും മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു യെല്ലോ ഡ്രസ്സാണ്. ഇത് 11 to 12 years ഓൾഡിന്റെ ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കൗ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതും റിലയൻസിന്റെ തന്നെയാണ്, കാരണം അവരുടെ തന്നെയാണ് ടാഗൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കംപ്ലൈന്റ് ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റിച്ചിങ് ഇതിന്റെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ക്വാളിറ്റിയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് ഒരു നല്ല രസമുള്ള ഒരു നെറ്റാണ് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. പിന്നെ ഇതിന്റെ ഇവിടെയൊക്കെ ലേസ് മെറ്റീരിയൽ ആണ് വെച്ചിരിക്കുന്നത്. ലേസ് മെറ്റീരിയൽ ഡിഫറെന്റ് ലേസ് ആണ്. ഇത് കോട്ടൺ നല്ല കട്ടിയുള്ള ലേസ് ആണ് ഇതിരിക്കുന്നത്. ഇതിന്റെ മേലെ ഇരിക്കുന്നത് മറ്റേ നെറ്റിന്റെ ലേസും ആണ്. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞ് സ്ലീവാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പ് യെല്ലോയും ആണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ താഴെ വെച്ചിരിക്കുന്ന ഈ ലേസ് ആണ്. നല്ല ഭംഗിയുണ്ട് ലേസ് കാണാൻ. ഇങ്ങനെ ചുരുക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കടയിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും കിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ലേസ് മെറ്റീരിയൽ ആണ്. സ്റ്റിച്ചിങ് ആണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ കണ്ടില്ലേ, നമുക്ക് വേറൊരു ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ഇട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പ് കാണാം. ഇനി എന്ന് പറയുന്നത് റിയോ ബ്രാൻഡിന്റെ ഒരു ടോപ്പാണ്. ഇത് മറ്റേ എന്താ പറയാ ബനിയൻ മെറ്റീരിയലാണ്. നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയലാണ്. ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന ടൈപ്പില്ല, നമ്മൾ ബനിയൻ മെറ്റീരിയൽ എന്ന് പറയില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പൊ കുറച്ച് വണ്ണമുള്ള കുട്ടികൾക്കും മെലിഞ്ഞ കുട്ടികൾക്കും ഒക്കെ പാകാവും. വണ്ണുള്ളവർക്കാണെങ്കിൽ സ്ട്രെച്ച് ആയി നിൽക്കും. നല്ല ഭംഗിയുണ്ട്. ഫ്ലോറൽ ഡിസൈൻ ആണ്. സൈഡിൽ സ്ലിറ്റ് ഒന്നുമില്ല. ഒരു ഫ്രോക്ക് ആയിട്ട് തന്നെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ ഇത് നല്ല നീളമുള്ള കുട്ടികളാണെങ്കിലും ഒരു ലെഗിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ജീൻസ് പാന്റിന്റെ കൂടെയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ കട്ടിംഗ് ആണെങ്കിൽ പ്രിൻസസ് കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ഷേപ്പ് ഉണ്ടാവും കുട്ടികൾക്ക് ഇടുമ്പോഴും. ഇനി ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട്. നടുവിൽ റൗണ്ട് കട്ടിങ് നെക്കും. പിന്നെ ഇതിന്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫാഷൻ ആയിട്ടുള്ളൊരു കട്ടിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 വരില്ല. എനിക്ക് തോന്നുന്നു അവരുടെ മുട്ടിനേക്കാളും കുട്ടികൾക്കല്ലേ, മുട്ടിനേക്കാളും കുറച്ചുകൂടി താഴെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് സ്ലീവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇതിന്റെ താഴെ ഭാഗം എങ്ങനെയാണ് കേട്ടോ, കുറച്ച് തൂങ്ങി നിൽക്കുന്ന പോലെയാണ്. നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്ക് ഇട്ട് കഴിയുമ്പോൾ രണ്ട് സൈഡിൽ താഴേക്ക് നിൽക്കും. ഇത് റെഡും വൈറ്റും പിന്നെ ഇതിന്റെ നടുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഡോട്ടും ആണുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈൻ കാണാൻ. നല്ല മെറ്റീരിയലാണ്, റയോൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിന്റെ ഇവിടേക്ക് കഴിയുന്ന സമയത്ത് മേലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് വെച്ചിരിക്കുന്നത്. നല്ല എലാസ്റ്റിക് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു 4-5 ലെയർ ആയിട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. കുട്ടികൾക്ക് ഇടുമ്പം ഇങ്ങനെ നെക്ക് കോളർ ഉള്ളതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇടുമ്പോഴായിരിക്കും ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുക. പിന്നെ ഇതിന്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനില്ലാത്ത ടൈപ്പ് ഒരു കൈയാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക സ്ലീവ്ലെസ് പോലെ ഇരിക്കും. ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു സ്ലീവ് ഉള്ള പോലെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോളർ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും റിയോയുടെ തന്നെയാണ്. നല്ല സ്റ്റിച്ചിങ് ആണ്. നല്ല ഫാബ്രിക്കും ആണ്. നല്ല കട്ടിയുള്ള റയോൺ ആണ്. ഇതിന്റെ ബട്ടൺ വെച്ചിട്ടുണ്ട്. നല്ല പ്ലാസ്റ്റിക്കിന്റെ ബട്ടണാണ് ഇത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ലൈനിങ് ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ലൈനിങ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്നാലും എലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇറിറ്റേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എലാസ്റ്റിക് ഇങ്ങനെ പുറത്താണ് ഉള്ളത്. അപ്പം ചില കുട്ടികൾക്ക് ഇങ്ങനെ എലാസ്റ്റിക് മേത്ത് തട്ടുന്ന സമയത്ത് അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഒന്നെങ്കിൽ ഷിമ്മീസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാതിരിക്കുക. അല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഇടാൻ പറ്റുന്നവർക്കാണെങ്കിൽ. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം.
ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബോട്ടം പാർട്ട് കാണാൻ. മേലെ ഭാഗം കുറച്ച് കയറിയിട്ടും താഴെ ഇറങ്ങിയിട്ടുമാണ്. ഇങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു സാധനം. വെറുതെ ഒരു മെറ്റലിൻ്റെ ഒരു ബട്ടൺ തുന്നിയിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി കളറാണ്. എല്ലാ പൂക്കളും ഉണ്ട്. മഞ്ഞ, നീല, കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൂക്കളുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മേലത്തെ ഭാഗത്തുള്ള ലേസാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഈ പൂക്കൾ വെച്ചിട്ട് നല്ല പിങ്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ മാത്രമല്ല കൈയിൻ്റെ ഈ സൈഡിലും ഇതേപോലെ വെച്ചിട്ടുണ്ട്, രണ്ട് കൈയിലും. കൈ സ്ലീവ് ആണെങ്കിൽ വലുതാണ് കേട്ടോ, നല്ല നീളമുള്ള സ്ലീവാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് 11 to 12 years തന്നെയാണ്, പക്ഷെ കുറച്ച് വലുതാണ്, നല്ല വീതിയുണ്ട്. അപ്പോൾ കുറച്ച് വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത് നന്നായി ചേരും കേട്ടോ. ഇത് പോയിന്റ് കവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ നോക്കാം. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇത് നല്ല നേവി ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഡിസൈനാണ് വെച്ചിരിക്കുന്നത് താഴെ ഭാഗത്ത്. ഇവിടെ ലേസ് മാത്രമല്ല കേട്ടോ. അപ്പം നമുക്കൊരു ജീൻസിൻ്റെ കൂടെ കിട്ടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങനെ ലേസിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് സ്കേർട്ടിൻ്റെ കൂടെ ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിൽ ബാക്ക് സൈഡിൽ മാത്രം ഇതേപോലെ ലേസ് വെച്ചിട്ടുണ്ട്, പക്ഷെ വേറൊരു കളർ കോമ്പിനേഷനിൽ. ഇതും ഈ ഡ്രസ്സിലെ കളറുമായിട്ട് ഒരു ബന്ധമില്ല. മേ ബി ചിലപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ്. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഈ ഓറഞ്ച് കളറാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത്, ആ ഒരു കളർ കോമ്പിനേഷനിൽ. നമുക്ക് എന്തായാലും നോക്കാം. ഇതിന്റെ പുറകിൽ മുഴുവൻ ലേസാണുള്ളത്. ഫ്രണ്ടിൽ ഈ ബനിയൻ മെറ്റീരിയലും ബാക്കിൽ മുഴുവൻ ലേസാണല്ലോ ഞാൻ കാണിച്ചത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ്, ചെറിയ സ്ലീവ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ആണ്. ഇവിടെ ഒരു വള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വള്ളീൻ്റെ അറ്റത്ത് ടസലും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ളൊരു എംബ്രോയിഡറി ആണ്. ഒരു കംപ്ലൈന്റ് ഒന്നും പറയാൻ പറ്റാത്ത, വാഷ് ചെയ്താലും ഒന്നും പോവാത്ത ഒരു ടൈപ്പ് എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളൊരു എംബ്രോയിഡറി ആണ്. ഇതും പോയിന്റ് കൗവിൻ്റെ തന്നെ എന്താ പറയുക മെറ്റീരിയലാണ്. 11 to 12 yearsൻ്റെ ആണ് ഇതും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഫുള്ളും ലേസാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മേലെ മാത്രം ഈ ബനിയന്റെ മെറ്റീരിയലും പിന്നെ താഴേക്ക് മുഴുവനും ലേസാണ് ഇരിക്കുന്നത്. അപ്പം നല്ല റിച്ച് ലുക്ക് ഉണ്ടാവും ഇത് ഇട്ട് കഴിയുമ്പം. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ മെറ്റീരിയൽ ആ ഒരു ബനിയൻ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നിഴലടിക്കും അങ്ങനെയൊന്നുമില്ല, ധൈര്യമായിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്നൊരു ടോപ്പാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പ് കാണാം. ഈ ടോപ്പ് ഒരു പിങ്ക് ടോപ്പാണ് കേട്ടോ. ഇത് റിയോയുടെ ബ്രാൻഡാണ്. ഇങ്ങനെയാണ് ഈ ടോപ്പ് ഇരിക്കുന്നത്. താഴേക്ക് ഫ്രില്ല് വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താഴ്ന്ന് ഈ വരുന്ന ഫ്രില്ല് ഇങ്ങനെ കയറിയിട്ട് മേലെ വരെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു എന്താ പറയുക, ഒരു റിച്ച് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. എന്നാൽ സിമ്പിളാണ് താനും. റയോണിന്റെ മെറ്റീരിയലാണ്. നല്ല ഭംഗിയുണ്ട്. പിങ്ക് കളറിൽ മൾട്ടി കളർ ഫ്ലോറൽ ഡിസൈന്. റൗണ്ട് സാധാരണ നെക്കാണ് വെച്ചിരിക്കുന്നത്. നെക്ക് വെച്ചിട്ട് പുറകിൽ ഇങ്ങനെയാണ് ഡിസൈന്. ഒരു ബട്ടണും വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ ബട്ടൺ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഒരു ബട്ടണും അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബട്ടൺ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് 3/4 അല്ല, ഫുൾ സ്ലീവാണ്. നല്ല നീളമുണ്ട് സ്ലീവിന്. സ്ലീവിന്റെ അരികിൽ ഇതേപോലെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, താഴേക്ക് ഊരി പോവില്ല, നല്ല ടൈറ്റിൽ താഴെ നിന്നോളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ജീൻസിന്റെ ടോപ്പായിട്ടും നമുക്ക് സ്കേർട്ടിനോ അല്ലെങ്കിൽ സാധാരണ ലെഗിൻ പോലെ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ കൂടെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പ് കാണാം. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. വല്ല ഷർട്ട് പോലെയൊക്കെ ഉണ്ട്. താഴേക്ക് ബാക്കിൽ ഇറങ്ങിയിട്ടും ഫ്രണ്ടിൽ കയറിയിട്ടുമാണ്. ഫുള്ളും ബട്ടൺസ് ആണ്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബട്ടൺസ് തന്നെയാണ്. ഇതിന്റെ കഴുത്താണെങ്കിൽ കോളർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മാൻഡറിൻ കോളറും പിന്നെ ഈ ഒരു ടൈപ്പ് ഡിസൈനുമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടി ഇവിടെ എക്സ്ട്രാ ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് ഷോൾഡേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് ഉണ്ട്. താനും ഇവിടുന്ന് ഇങ്ങനെ ഫുൾ സ്ലീവാണ്. ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ്, ഒറ്റ എന്താ പറയാ, നിഴലടിക്കുന്ന പോലെയാണ്. അപ്പോൾ ഉള്ളിൽ നല്ല എന്തെങ്കിലും ഇട്ടിട്ട് വേണം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ. തീരെ നൈസാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം ഡിസൈനാണ്. പുറകിലും ഒക്കെ ഒരേ മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി ഞാൻ എങ്ങനെയാണ് നമുക്ക് ഇത്രയും വില കുറഞ്ഞ് നമുക്ക് അജിയോന്ന് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അജിയോയുടെ ആപ്പാണ്. ഇതേപോലെ ആപ്പില്ലാതെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പം ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്പ് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് പേജിൽ ഇതേപോലെ ഒരുപാട് ഓഫർ ഉണ്ടാവും. 60, 50 എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഈ ട്രെൻഡ് 70 എന്ന് പറഞ്ഞ ഓഫറിലാണ് സാധാരണ ഞാൻ വാങ്ങിക്കാറ്. ഇപ്പോൾ ഈ ഓഫർ ഏകദേശം ഇപ്പോൾ ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ. ആ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഓഫറിൽ വാങ്ങിക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതിനകത്ത് ഡ്രസ്സിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ പ്രൈസ് ഒരെണ്ണുണ്ടാവും, അത് കട്ട് ചെയ്തിട്ടൊരു പ്രൈസ് എഴുതിയിട്ടുണ്ടാവും, പിന്നെ അതിൻ്റെ താഴെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതേപോലെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈസ് കുറവിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോർട്ട് ബൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോ ടു ഹൈ കൊടുക്കുക. പിന്നെ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കുർത്ത മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ആ 3 കുർത്തകളുള്ള സെറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഏറ്റവും മേലെ കുറഞ്ഞ കുർത്ത റേറ്റ് കണ്ടില്ലേ, ഡിസ്കൗണ്ട് ഓൾറെഡി ഒരു ഡിസ്കൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ വേറൊരു ഡിസ്കൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വാങ്ങാൻ നോക്കുക എന്ന് പറയുന്നത് ഈ ഓഫർ പ്രൈസാണ് കുറഞ്ഞ എമൗണ്ട് കണ്ടത്, 150, 200, 180 ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് അതിൻ്റെ കണ്ടീഷനും കാണാൻ പറ്റും. ഈ 135 വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതിന് പക്ഷേ ഫ്ലാറ്റ് 73 എന്ന് പറഞ്ഞ ഓഫർ വരണം. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്, അതായത് എല്ലാ സൈസും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഈ എക്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് ആഡ് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഫർ ഇട്ടിട്ട് കുറേ നേരമായി, ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സ്റ്റോക്ക് തീർന്നു. അടുത്തതും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവും, നമുക്ക് എന്തായാലും സ്റ്റോക്കിൽ ചില സമയത്ത് എന്തായാലും കിട്ടും. ഇപ്പോൾ ഈ ഒരു ഷോർട്ട് കുർത്തിയാണിത്, ഷോർട്ട് ടോപ്പ് നമുക്ക് പറയാം. ഇതിൻ്റെ എല്ലാ സൈസും ഈ ലാസ്റ്റ് 3 സൈസ് ഒഴികെ ബാക്കി 3 സൈസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും 162 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ ഓരോന്നിനും ഓരോ ഡിസ്കൗണ്ടാണ്. ഒറിജിനൽ പ്രൈസ് വെച്ചിട്ട് അതിൻ്റെ 70% വരുമ്പോഴുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ ഇട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഷോർട്ടാണോ അല്ലെങ്കിൽ ലോങ് കുർത്തിയാണോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബ്ലൂ കണ്ടില്ലേ, ഇത് ലോങ് കുർത്തിയാണ്. ലോങ് കുർത്തി എന്ന് പറഞ്ഞാൽ ഹൈലോ ആണ്, ഫ്രണ്ടിൽ കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടുമാണ്. ഈ മോഡൽ ഇട്ടിരിക്കുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് താഴെ ഇവിടെ ഇങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടാവും, ഇതിൻ്റെ കളർ ഏതാണ് ഡ്രസ്സ് എന്നൊക്കെ, മെറ്റീരിയലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കണ്ടില്ലേ ബസ്റ്റ് 34, വേസ്റ്റ് 28. നമുക്ക് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ആ സൈസിനനുസരിച്ചുള്ള മെഷർമെൻറ്റും അവിടെ കാണിക്കും. അപ്പോൾ നമുക്കിത് അറിയെങ്കിൽ ഇത് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ഇതിപ്പോൾ ആവാസയുടെയാണ്, ആവാസയുടെ ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ പറ്റും. എല്ലാ ആവാസയുടെ ബ്രാൻഡും മോസ്റ്റ്ലി ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ മേലെ തന്നെ കാണിക്കും എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഓഫറിൻ്റെ ഉള്ളിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് സാധാരണ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫിൽറ്റർ ചെയ്തിട്ട് അപ്ലൈ ഫിൽറ്റർ കൊടുത്തിട്ട്, ഇപ്പോൾ എനിക്കൊരു കുർത്തയും അല്ലെങ്കിൽ കുർത്താസും ജീൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം, ഇപ്പം നമുക്കൊരു ഷൂ മാത്രമാണ് വേണ്ടെങ്കിൽ ഷൂ മാത്രം സെലക്ട് ചെയ്തും എടുക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓഫർ വരുന്ന സമയത്ത് ഇത്രയും ഐറ്റത്തിന് ഓഫർ ഉണ്ട്. അതായത് കണ്ടില്ലേ ലേഡീസിൻ്റെ ഐറ്റംസിൽ തന്നെ ലെഗിൻ ഉണ്ട്, നെക്ലേസ് ഉണ്ട്, ഓർണമെൻറ്റ്സും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ജെൻസിൻ്റെ ഐറ്റംസ് ഉണ്ടാവും, പിന്നെ കിഡ്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഈ ഓഫറിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്നുകൊണ്ട് ആ ഫിൽറ്ററിൽ കൊടുക്കുമ്പോഴുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് പോയിട്ട് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഓഫർ കിട്ടില്ല കേട്ടോ. നമ്മൾ 2000 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഈ ഓഫറിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റ്സിൽ നിന്ന് വാങ്ങിക്കണം. വേറെ ഓഫറുള്ള പ്രോഡക്റ്റ്സിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഓഫർ അപ്ലൈ ചെയ്താലും എല്ലാ ഐറ്റത്തിനും ആ ഓഫർ കിട്ടില്ല. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കുർത്തിക്ക് മാത്രമേ ആ ഓഫർ കിട്ടുള്ളൂ. അപ്പോൾ ഓഫർ ഇല്ലാതെ നമുക്കൊരു 2000 രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്തിട്ട് ഓഫറിൽ നിന്ന് ഒരു കുർത്തി എടുത്താലും ആ കുർത്തിക്ക് മാത്രം നമുക്ക് കുറഞ്ഞു കിട്ടും. ആ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫർ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ സ്ഥലം അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് ഡെലിവറി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ സാധാരണ എപ്പോഴും എന്താ ചെയ്യാറെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യം 10 കുർത്തിയാണെങ്കിൽ ഞാനൊരു 15 എണ്ണം ഈ ബാഗിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ലിംഗ് കൊടുക്കും. ബില്ലിംഗ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ 5 എണ്ണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ബാക്കി 10 എണ്ണം നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 എണ്ണമുള്ള സ്ഥലത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ തിരിച്ച് വന്ന് ഇതൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേനും പിന്നെയും ഇതേപോലെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു 10 എണ്ണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ബാക്കിയുള്ള 10 എണ്ണം നമുക്ക് ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഞാൻ പർച്ചേസ് ചെയ്യാറ്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഹറിബറിയിൽ വാങ്ങിയിട്ട് തെറ്റായ ഒരു പ്രോഡക്റ്റ്, അതായത് സൈസ് വേറെ ഉള്ളത് വാങ്ങിക്കാതിരിക്കാൻ നോക്കുക. ഇത് നമുക്ക് സൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, കാരണം ബ്രാൻഡ് ടു ബ്രാൻഡ് സൈസൊക്കെ വേരി ആവും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, അതിനകത്ത് കാണിക്കും ബെസ്റ്റ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ നമുക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റം കൊടുക്കാൻ വേണം, ഒരു ഇയറിംഗ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് നോക്കി വാങ്ങിക്കുക. ഇപ്പം നമുക്ക് ചിലപ്പം ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊരു ഐറ്റം വേണം,
നല്ലൊരു എമൗണ്ട് ഉള്ള ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഹയസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള എമൗണ്ട് ഉള്ള സാധനം മേലെ വരും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 2000 രൂപയ്ക്ക് ഒരു സാധനം വേണം, ഒരാൾക്കൊരു 1500 രൂപയ്ക്ക് നമുക്കൊരു എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ് ലിസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ആ വിഷ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ബാഗിൽ പോയിട്ട് നോക്കുമ്പോൾ ഇത്രയും സാധനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3858 രൂപയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ താഴെ കണ്ടില്ലേ കൂപ്പൺ സേവിങ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈ കൂപ്പൺ എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറേ കൂപ്പൺ ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും മേലെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത്. ഇപ്പോൾ ട്രെൻഡ് 70 ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് 1500 രൂപയ്ക്ക് മേലെ വാങ്ങിക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ്. താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഫ്രീ ആണോ അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൂപ്പൺ അപ്ലൈഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കും. അതുമല്ലാതെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിന് മേലെയും ഏത് കൂപ്പൺ കോഡാണ് അപ്ലൈ ആയെന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഒരു പർച്ചേസിൽ ഒരു കൂപ്പൺ കോഡേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡിഫറെൻറ്റ് കൂപ്പൺ കോഡ് ഉള്ളത് പോയി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓഫർ കിട്ടില്ല. അതിന് ചിലപ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഒരു കൂപ്പൺ കോഡ് ഉള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടാണ് ആ ഐറ്റത്തിന് ഓഫർ ഇല്ലയെന്ന് കാണുന്നതെങ്കിൽ റിമൂവ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം കൺഫേം ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് ഡെലിവറി അഡ്രസ്സ് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്കധികം ടൈം എടുക്കില്ല. അപ്പം ഈ ലാസ്റ്റ് ഉള്ളതാണ് ക്യാഷ് ഓൺ ഡെലിവറി. ആ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മൈനസ് ആകുമ്പോൾ അത് അപ്ലൈ ആയി എന്നാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. പ്ലേസ് ഓർഡർ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഓർഡർ പ്ലേസ് ആയി എന്നൊരു മെസ്സേജ് വരും. ഈ സമയത്ത് ചിലപ്പോൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില കുർത്തീസൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓഫറിൽ ഡിസ്കൗണ്ടിൽ കുർത്തീസൊക്കെ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.